ഇത് എങ്ങനെ ഇട്ടിട്ട് നടക്കുന്നു? നൂൽപ്പാലത്തേക്ക് വരുന്നതല്ല ഞാൻ അതേ കയറി വന്നത്. ഓ, ഞാൻ ചെങ്കവരത്ത് പോയായിരുന്നു ഇളയ മോടെ വീട്ടില്. മോടെ പേര് മഞ്ജു, അവിടെ ഭർത്താവിൻ്റെ ഒരു സന്തോഷ്, അവിടെ മോടെ പേര് സിന്ധു മോള്. ഇത്രയും പറഞ്ഞെന്തിനാണെന്നറിയോ? അതൊക്കെ പരാമർശിക്കും, പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കും. ഞാൻ അവിടെ നിന്ന് കയറി. എന്തോ തിരക്കാ ബസ്സിനകത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിയോ. എനിക്ക് നടക്കാൻ പോയേ. നടന്ന് പട്ടിയും കാശും പോലെ. അയ്യോ, ഞാനങ്ങോട്ട് പോയപ്പോ വാങ്ങിച്ചിട്ടേക്കുന്ന കണ്ടോ ഈ സാധനം? ഗോപാലക്കൊച്ചായിട്ടുള്ളപ്പോ ഇതുപോലൊരു സാധനം വേണമായിരുന്നു. അങ്ങനെ എന്തുമാത്രം ആഗ്രഹിച്ചത് ഇങ്ങനത്തിന് ഉണ്ടാക്കി വെച്ചേക്കുക. ശാന്തിയായി ഞാൻ ഇവിടെ കുത്തി പറിക്കുവായിരുന്നു. എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ തുണിയിലായിരിക്കും. ഫാൻ നിർത്തി മന്ത്രി ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന പോലെ ഫാനിട. ഈ കാലയിൽ എന്തോ ഈ മേടിച്ചിട്ടേക്കുന്ന കൊലുസോ? പിന്നെ കാല ബ്ലൗസ് കെട്ടിയിടാൻ പറ്റൂടി കൊലുസല്ലാത്ത. കഴുത്തലെന്തോമേ നെക്കോളാസ് ഇത്രയും പ്രായമുണ്ട്. പരിപാടിയാണ് പിള്ളേരുടെ പരിപാടിയാണ്. പിള്ളേരുടെ പരിപാടിയാണെങ്കിൽ പിള്ളേരെ ഉടുത്തൊരുങ്ങണ്ടത്. അമ്മ എന്തിനാ ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിട്ടത്? ഡാൻസിന്റെ പരിപാടി തന്നെ പറഞ്ഞു. പിള്ളേർ എനിക്ക് തന്നെ വലിയമ്മച്ച് ഇങ്ങനെ ഇരിക്കണം. നാണമുണ്ടോ അമ്മേ? 10-60 വയസ്സായില്ലേ? എന്തോ ഇങ്ങനെ ഈ വലിയ പാദസരമൊക്കെ മേടിച്ചിട്ടേക്കുന്നത്? 10-60 വയസ്സായ ഞങ്ങളുടെ കാലം എന്തോ ചങ്ങല ഇടണോ? ഞങ്ങൾക്ക് കുറിച്ചിട്ടുണ്ടായി. ഇത് എന്റെ ദൈവമേ, ഇവിടുന്ന് പോയപ്പോ നല്ല തൂവെള്ള പഞ്ഞിത്തൂവല് പോലെ ഇരുന്ന മുടി ഇത് എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? പിള്ളേരുടെ ചെയ്ത് അവിടെ ഞാൻ കഴിയിട്ടിട്ട് പോയ തുണി എന്ത് ചെയ്യും? അമ്മയുടെ തുണിയോ? അത് ഉണങ്ങിയപ്പോ ഞാൻ ഇടയ്ക്ക് അലമാരി വെച്ചിട്ടുണ്ട്. അന്ന് അവിടെ കിടക്കത്തില്ലായിരുന്നു അത്? അമ്മ ഈ ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന വരെ ഈ തുണി അവിടെ കിടന്ന് വെയിൽ കൊള്ളും. എന്താ വെയിൽ കൊണ്ടാത്ത കുഴപ്പമെന്തോ? അമ്മ തുണി നരച്ചു പോകുന്നു, കൊള്ളത്തില്ലെന്ന്. പിന്നെ അപ്പൊ എന്റെ തല നരച്ചാ പിന്നെ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കറപ്പിച്ചിട്ട് പൊടിക്കില്ലേ തരപ്പിച്ചിട്ട്. നല്ലപോലെ സാരി കൊടുക്കാൻ എന്തോ കാണിക്കുവാന്ന്. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിടിക്കാൻ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് പിള്ളേരൊക്കെ എന്റെ ഇതേ പിടിച്ചോട്ടെ. അപ്പൊ അമ്മ എന്തോ എടുത്തു? എന്റെ കയ്യിൽ സഞ്ചരിക്കില്ലായിരുന്നു. ഞാൻ തൊട്ട് ഫ്രണ്ട് ചെയ്ത പെണ്ണുപിള്ളേരുടെ മുടിയെ കടിച്ചു പിടിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. എന്റെ പൊന്നെ, പെൺപിള്ളേരെ ബഹളം ബസ്സിനകത്ത് ചുമ്മാ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആ ബസ്സിനകത്ത്. ഇന്നുപോലുള്ള പെണ്ണുങ്ങളെല്ലാം അടിച്ചു കയറി വണ്ടിക്കകത്തും കയറി. ഒരു കൊച്ചോട്ട് ഞാൻ ചോദിച്ചു, നീ എവിടെ പോകാൻ ചോദിച്ചു. കൊച്ചു പറയാം, എനിക്കറിയത്തില്ല അമ്മച്ചി, ഞാൻ എവിടെ പോകാന്ന് പറയും. ഫ്രീ ആന്ന് അറിഞ്ഞോണ്ട് കയറിയതാന്ന് പറഞ്ഞു. അടി ടൗണിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ചായ തരാൻ പറഞ്ഞപ്പോൾ ഗ്യാസ് ഇല്ല, ഒരു മണിക്കൂർ നിൽക്കണമെന്ന് പറഞ്ഞു. എന്റെ കുക്കർ ഏതാണ്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു ബോണ്ട തരാൻ പറഞ്ഞു. ആ ബോണ്ട എന്നപ്പോ ഞാൻ ഓർത്ത് ആ ബോണ്ടയ്ക്കകത്ത് കുത്തി അവൻ ഗ്യാസ് എടുത്താൽ മതിയായിരുന്നു. അയ്യോ, എനിക്കെന്റെ പുറവിലാണ് കയറി വിലക്ക് ഗ്യാസ് കയറി. ബ്ലൗസിനകത്തുനിന്ന് പൈസ അടക്കാനുള്ള പരിപാടി.